അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് റൈഡിൽ സ്ലെൻഡർമാൻ കരങ്ങത്തിന് ഫ്രാങ്കിനെ അറ്റാക്ക് ചെയ്യാൻ വേക്കിൽ ഓടുന്നുണ്ട്. അപ്പൊ ഇതെന്ത് കാരണത്തില് അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ഇവിടെ കൂടെ പറഞ്ഞു തരാം. അങ്ങനെ പണിക്കും കാര്യത്തിന് പോകണം. അപ്പൊ എന്തായാലും ഇന്ന് പണി കുറച്ച് ലോങ് പണിയും കാര്യത്തിന്. അപ്പൊ നമ്മൾ വണ്ടി കാര്യത്തിന് ചേഞ്ച് ചെയ്ത് അപ്പൊ എന്തായാലും നമുക്ക് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചിട്ട് അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അപ്പൊ ഇന്ന് കുറച്ച് ലോങ് പണിയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ പോകണമെന്ന യാതൊരു കാര്യം കഴിയും. അപ്പൊ നല്ല പണിയും കാര്യത്തിനുണ്ട്. അപ്പൊ നമുക്ക് ഇതേ മുകളിലത്തെ കമ്പിയാണ് അതാണ് പണിയും കാര്യത്തിന്. അപ്പൊ നമുക്ക് നേരെ പണിക്ക് നേരെ പോവാം. അപ്പൊ ഇതാ കാണി മുകളിലത്തെ കമ്പിന്റെ മുകളിലാണ് നമുക്ക് പണിയും കാര്യത്തിന്. ഇതിൽ കൂടെ കയറിയാണ് മുകൾക്ക് കയറണം. എന്നിട്ട് ആ സെൽക്കിൽ കയറി അപ്പൊ ഇതിന്റെ മുകളിൽ ആരും കയറി നമ്മളെ ഫ്രണ്ട് കയറ്റി നമ്മളെ വിളിച്ചത് ഫ്രണ്ട് കയറ്റി നമുക്ക് നേരെ പാർട്ടി ഉണ്ടെ വിളിച്ചെത്തിയതാ. എടാ എന്താ ഇവിടെ ഞാൻ എന്താ വെച്ചാൽ എന്റെ കൂടെ വന്ന ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടേ ബിൽഡിങ്ങിനുള്ളില്. അപ്പൊ ഞാൻ ആത്മഹത്യ ചെയ്യണം എന്നെ രക്ഷിക്ക് ഫ്രാങ്കില്. ഞാൻ ഇതിന്റെ മുകൾക്ക് കയറി ഫ്രാങ്കിൽ ഓളെ രക്ഷിക്കോളാം അത് തട്ടിക്കൊണ്ട് പോയതാണല്ലേ. ഞാൻ പറഞ്ഞ ആത്മഹത്യ ചെയ്ത് രക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു കാലും കൈ തട്ടിയാൽ പിടിച്ചോണ്ട് ഫ്രാങ്കിൽ എന്നെ രക്ഷിക്കും. ഫ്രാങ്കിലിന്റെ കൈയും കാല് തെങ്ങിയാണ് ഞാൻ കൈയാണ് പിടിച്ചത്. ഫ്രാങ്കിൽ എന്നെ കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഫ്രാങ്കിലിന്റെ കൈയും കാലും വേദന എടുക്കും. ഫ്രാങ്കിൽ ഞാൻ അറിയാത്ത ആത്മഹത്യ ചെയ്യാൻ വന്നത്. പക്ഷെ എന്റെ കാല് തന്നെയാണ് പോലും. ഫ്രാങ്കിൽ ഓളെന്തേലും രക്ഷിക്കും. ഓളെന്തേലും എനിക്ക് വേണം. ഓളില്ലാതെ ഞാൻ പറഞ്ഞ് ഇറങ്ങില്ല. എന്തെങ്കിലും പറഞ്ഞ് ചാടും. ഓളെ ഇജ്ജി രക്ഷിച്ച മാത്രമേ എസ് പറഞ്ഞാൽ മാത്രമേ ഞാൻ പറഞ്ഞ് കയറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചാടും. എടാ എന്നെ കൊണ്ട് എങ്ങനെ കയ്യില എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല. എങ്ങനെ എടാ എന്തേലും രക്ഷിച്ചേ പറ്റുള്ളൂ. എന്തെങ്കിലും ഞാൻ പറഞ്ഞ് കൈ വിട്ടാണ് ഞാൻ ചാടിലേക്ക്. എടാ ചാടില്ല ഫ്രാങ്ക്ലിനെ രക്ഷിക്കല്ലേ. ഞാൻ ഇവിടുന്ന് കമ്പി എടുത്ത് ചേട്ടാ ഞാൻ നോക്കട്ടെ. എനിക്ക് അവിടെ കയ്യോ ഞാൻ നോക്കട്ടെ. അതിന് എങ്ങനെ രക്ഷിക്കാൻ ഏത് ബിൽഡിംഗ് ഞാൻ പറഞ്ഞു തരാം. ഞാനൊക്കെ പറഞ്ഞു തരാം. പക്ഷെ എല്ലാം രക്ഷിക്കും മാത്രം പറഞ്ഞാൽ മാത്രമേ ഞാൻ കയറുള്ളൂ. നോക്കട്ടെ. എനിക്ക് പറ്റൂല. ഞാൻ കയറും കാര്യത്തിന് ഒപ്പിച്ചിരുന്നിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെ രക്ഷിക്കണം. ഇങ്ങോട്ട് കയറിയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ഒരു കയറും കാര്യത്തിന് ഒപ്പിച്ചിട്ട് അപ്പൊ നമുക്ക് നേരെ പണിന്റെ ശേഷം ബ്രിഡ്ജിന്റെ മുകളിൽ കയറും കാര്യത്തിന് വെച്ചപ്പോ നമുക്ക് നേരെ വണ്ടിയായിട്ട് നമുക്ക് ആ ബ്രിഡ്ജിന്റെ മുകളിൽ കയറാം. അവിടുന്ന് കയർ ഒപ്പിച്ചിട്ട് ആ ഫ്രണ്ടിന്റെ കാര്യത്തിന് കയറ്റണം. അപ്പൊ നമ്മള് വിളിച്ചിട്ട് വന്ന ഫ്രണ്ടും കാര്യത്തിനാണ്. അപ്പൊ എന്തായാലും ഞാൻ പേരും കാര്യത്തിന് ഡീറ്റെയിൽ പറഞ്ഞത് പക്ഷെ രക്ഷിക്കണം. എന്തായാലും ബ്രിഡ്ജിന്റെ മുകളിൽ കയറാം. അപ്പൊ ബ്രിഡ്ജിന്റെ മുകളിൽ കാര്യത്തിന് എത്തി. അപ്പൊ ഇവിടെ ചെറിയ റാമ്പ് കയറ്റണം. അപ്പൊ ഈ റാമ്പ് നമ്മൾ സെറ്റ് ചെയ്താണ് വണ്ടിയൊക്കെ കയറ്റാൻ വേണ്ടി. പണിക്ക് വണ്ടിയൊക്കെ ഇതിന്റെ മുകളിൽ കയറ്റാൻ വേണ്ടി സെറ്റ് ചെയ്താണ്. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ മുകളിൽ കയറിയിട്ട് കയറും കാര്യത്തിന് എടുത്തിട്ട് ഞാൻ കാണിച്ചിട്ട് എന്തെങ്കിലും മുകളിൽ കാര്യത്തിന് കയറിയിട്ട് പക്ഷേ കയറും കാര്യത്തിന് നോട്ട് ചെയ്ത്. അപ്പൊ ഇതാണ് കയറും കാര്യത്തിന്. നമുക്ക് നേരെ എടുത്താണ് വണ്ടി കിട്ടാൻ നമുക്ക് നേരെ താഴ്ത്തി കയറുക. പക്ഷേ വണ്ടി കിട്ടുക വണ്ടി താഴ്ത്തി കയറിയിട്ട് നമുക്ക് നേരെ ഫ്രണ്ടിനെ രക്ഷിക്കണം. ഫ്രണ്ടിനെ രക്ഷിച്ചിട്ട് നേരെ മറ്റേ ഫ്രണ്ട് എവിടെയെന്ന് ചോദിച്ചിട്ട് ആ ഫ്രണ്ടിനെ രക്ഷിക്കണം. എന്നിട്ട് നമുക്ക് നേരെ പാർട്ടി കാര്യത്തിന് പാർട്ടിക്ക് വിളിച്ചെത്തി. പക്ഷെ പാർട്ടിക്ക് വിളിച്ചത് ഇങ്ങനെ ആയി പോയി. അപ്പൊ എന്തെങ്കിലും നമ്മൾ എടുത്തിട്ട് വണ്ടി വളച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് പെട്ടെന്ന് വണ്ടി കയറ്റിയാണ് പോയാൽ വണ്ടി വളച്ച് ചിലപ്പോൾ എന്തെങ്കിലും വണ്ടി ഇറങ്ങിയാൽ നമുക്ക് ഓനെ രക്ഷിക്കണം. അപ്പൊ കുറച്ച് ടാസ്ക് കാര്യത്തിന് എനിക്കാണ് കയറാൻ പേടിയും കാര്യത്തിന് പണി എങ്ങനെയൊക്കെ എടുക്കലാണ് അവിടുന്ന്. അപ്പൊ നമുക്ക് നേരെ മുകളിൽ കയറാൻ എങ്ങനെ രക്ഷിച്ചേ പറ്റുമോ യാതൊരു ഐഡിയും കളിച്ചാൽ അത് എന്തായാലും സ്റ്റെപ്പ് മുകളിൽ ഇങ്ങനെ കയറി പോകേണ്ടി എന്താ യാതൊരു ഐഡിയ നമുക്ക് ഇനി സംഭവിക്കുക യാതൊരില്ല. നമുക്ക് കയറിട്ട് നോക്കാം. കഴിച്ചാൽ ഞാൻ ഇവിടെ എത്തി. അപ്പൊ നടക്കാൻ ചെറിയ പേടിയും കാര്യത്തിന് ഇവിടെ നോക്കി തന്നെ നല്ല ഹൈറ്റും കാര്യത്തിന് നമ്മളെ ഏറ്റവും ഹൈറ്റിൽ മുകളിൽ കാര്യത്തിന് ഇതിന്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും പണിക്കൊന്ന് കയറി നമ്മൾ പേടിയും കാര്യത്തിന്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബെല്ല് നടന്നു നോക്കാം. യാതൊരു ഐഡിയും കളിച്ചിട്ട് ബെല്ല് നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ കമ്പനി ചോട്ടിയാണ് നടക്കുന്നത്. ഇനി എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അറിയില്ല. എനിക്ക് പറ്റിയ ആരും രക്ഷിക്കാൻ പേരും യാതൊരു ഐഡിയും കഴിഞ്ഞു. ഇവിടെ ആരും ഇല്ലാത്ത സ്ഥലം കാര്യത്തിന്. അപ്പൊ എന്തായാലും ഞാൻ സൂക്ഷിച്ച് നടന്നു പോകണം. കമ്പിമ ചോട്ടി പോകണേ ലാസ്റ്റ് അവിടെ എത്തിയിട്ട് അപ്പൊ നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കയറും കാര്യത്തിന് ഇട്ട് നോക്കാം. അപ്പൊ എന്തായാലും കയറും കാര്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ കമ്പിമില്ല തൂങ്ങിക്കണം. അപ്പൊ കയറിയിട്ട് നമുക്ക് നോക്കാം. കഴിച്ചാൽ കയറൊക്കെ ഇട്ട് കൊടുത്താൽ കയറിൽ പിടിച്ചാൽ നേരെ മോൾക്കും കാര്യത്തിന് കയറിയിട്ട് അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞാണ് കയറിക്കോട്ടെ. അങ്ങനെ കയറി നമുക്ക് നേരെ കാര്യം ലൊക്കേഷൻ കാര്യത്തിന് പറഞ്ഞു ഇതിന്റെ കൂടെ. അപ്പൊ നമുക്ക് നേരെ പോകാൻ കഴിച്ചു. അപ്പൊ നമ്മൾ രണ്ടാളും പോകാൻ നേരെ വണ്ടി കയറിയിട്ട് ഓളോ ലൊക്കേഷനും കാര്യത്തിന് പോകണം. അപ്പൊ എന്തായാലും ഓരോ വണ്ടി കയറ്റി അപ്പൊ നമുക്ക് നേരെ വണ്ടി കയറിയാൽ അങ്ങോട്ട് പോകാം. പക്ഷെ നമുക്ക് നേരെ വീട്ടിലാണ്. വീട്ടിൽ നമുക്ക് ഈ വണ്ടി അവിടെ എടുത്താൽ നമുക്ക് ബൈക്കിൽ പോകാം. ഓരോ കൊണ്ടാ ശരിയല്ലോ. ഓന് നല്ല ബേജാറായി നിൽക്കണം. അപ്പൊ എന്തായാലും ഓൻ വീട്ടിൽ റെസ്റ്റ് കിട്ടെ. അങ്ങനെ നമ്മൾ 3 ഫ്രണ്ടിനെ നമ്മൾ വിളിച്ചതാണ്. 2 ഫ്രണ്ടിന് വന്നപ്പോ ഒരു ഫ്രണ്ടിനെ അപകടം കാര്യത്തിന് പറ്റിയത്. അപ്പൊ ഒരു ഫ്രണ്ട് ഒഞ്ഞ് വരാനും കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഫ്രണ്ടിനെ നമുക്ക് വീട്ടിലാക്കാം. അപ്പൊ 2 ഫ്രണ്ടും കൂടെ ഇനി കുറച്ച് ഞാൻ വരുന്ന പറഞ്ഞു. അപ്പൊ ഇപ്പൊ 3-4 നമുക്ക് നേരെ ജുറാസിക് പാർക്കിൽ നമ്മൾ പാർട്ടിയും കാര്യത്തിന് സെറ്റ് ചെയ്തിട്ട് അപ്പൊ എന്തായാലും വണ്ടി കാര്യത്തിന് പക്ഷെ നമ്മളെ ബൈക്കും കാര്യത്തിന് ബൈക്കായിട്ട് പോകാൻ പറ്റില്ല. നമുക്ക് വണ്ടി കാര്യത്തിന് ഇവിടെ സൈഡിലായിട്ട് നിർത്തിയാൽ നമുക്ക് നേരെ ബൈക്ക് എടുത്താണ് പോവാം. പക്ഷെ അപ്പൊ ബിൽഡിംഗ് കാര്യത്തിന് നമുക്ക് പാർട്ട്ണർ ഫ്രണ്ട് കാര്യത്തിന് അപ്പൊ നേരെ ഈ ബൈക്ക് എടുത്ത് പോകാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ബൈക്കും കയറിക്കണം. അപ്പൊ കുറച്ച് ലോങ് കാര്യത്തിനുണ്ട്. അപ്പൊ നമുക്ക് നേരെ കത്തിച്ച് കൊടുത്ത് നമ്മൾ ബൈക്കിൽ പോവാം. അപ്പൊ ആ ഫ്രണ്ടും കാര്യത്തിന് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പെട്ട് കിടക്കാന്ന് പറഞ്ഞത് എങ്ങനെ സംഭവം നമ്മൾ ചോദിച്ചാൽ പറ്റും. ഇനി ചോദിച്ച് ബേജാറാക്കണ്ട. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ആ ഫ്രണ്ടിനെ രക്ഷിച്ചേ പറ്റുള്ളൂ. അപ്പൊ കുറച്ച് പണി കാര്യത്തിനുണ്ട്. അപ്പൊ ഈ ബിൽഡിംഗാണ്. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു ബിൽഡിംഗ് കാര്യത്തിന് കാണിച്ചിട്ട് ഈ ബിൽഡിംഗ് ആണ്. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു ബിൽഡിംഗ്. അപ്പൊ ഇതിൽ എന്തായാലും നമുക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വേറെ വഴി കാര്യത്തിനുണ്ട്. അപ്പൊ നമുക്ക് നേരെ ബൈക്ക് കയറേണ്ട അടുത്ത വഴി പറഞ്ഞത്. അപ്പൊ നമുക്ക് നേരെ ബൈക്ക് കയറേണ്ട പറഞ്ഞുതരാം എങ്ങനെ ഇതിന്റെ മുകളിൽ കയറില്ല. അപ്പൊ ഈ ബിൽഡിംഗ് വർക്ക് ആകത്തോണ്ട് നമുക്ക് വേറെ ബിൽഡിംഗും കൂടെ കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ കയറിയേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ഈ ബിൽഡിംഗ് ഉണ്ട് അതിന്റെ മുകളിൽ കൂടെ കണ്ടെയ്നർ ഈ കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ അങ്ങോട്ട് കയറിയേ പറ്റും. കുറച്ച് ടാസ്ക് കാര്യത്തിനാണ്. അപ്പൊ നമുക്ക് നേരെ ലൊക്കേഷൻ കാര്യത്തിന് ഇവിടെ കിട്ടിയത് തന്നെയാണോ യാതൊരു ഐഡിയും കഴിച്ചു. അപ്പൊ ഇവിടെ കണ്ടെയ്നറൊക്കെ ഉണ്ട്. അവ ഈ കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ ഒക്കെ പോയേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഏകദേശം ഔട്ടാകാതെ നോക്കുന്നുണ്ട്. അപ്പൊ ഔട്ട് നമുക്ക് ജീവൻ പോണ കേസും കാര്യത്തിന്. അപ്പൊ അത്ര ലേറ്റ് ആവുന്നത് അത്ര ഇതൊന്നും അല്ല. അപ്പൊ എന്തായാലും ഈ കണ്ടെയ്നർ സൈഡിൽ കാണാൻ ഈ കണ്ടെയ്നറിന്റെ മുകളിൽ ആ ബിൽഡിംഗ് ആണ് ഒരു
വെള്ള ബിൽഡിംഗ് ചെറിയ ബിൽഡിംഗ് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ചാടിയപ്പോ നേരെ മുന്നിൽ കാണാൻ ഈ ബിൽഡിംഗ് കാണിച്ചില്ല. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കുടുങ്ങി കിടക്കുന്ന പറഞ്ഞു. അപ്പൊ എങ്ങനെ കുടുങ്ങി യാതൊരു ഐഡിയും കഴിഞ്ഞപ്പോ എന്തായാലും ബൈക്കോട് ചെരിഞ്ഞ് നിർത്തിയത്. അപ്പൊ നമ്മൾ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഫ്രണ്ടിനെ കൊടുത്തിട്ട് കാണിച്ചിട്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇറങ്ങി. അപ്പൊ ഫ്രണ്ടിനെ നമുക്ക് നേരെ കൊണ്ടുവരാൻ പറ്റുന്നേരം അപ്പൊ ഫ്രണ്ടിനെ കഴിഞ്ഞ് നമ്മൾ കൂട്ടിയിട്ട് അപ്പൊ ഈ ബൈക്ക് കയറി നമുക്ക് നേരെ നമ്മളെ അടുത്ത ഫ്രണ്ട് നമ്മളെ വീട്ടിന്റെ അടുത്തേക്ക് പോകാം. അപ്പൊ രണ്ടാൾ വന്നിട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് നേരെ ബൈക്കിൽ നമ്മളെ ഫ്രണ്ടിന്റെ അടുത്തതിന് ഏകദേശം നമ്മൾ വണ്ടിയുടെ മുന്നിൽ 2 ഫ്രണ്ടും കാര്യത്തിന് എത്തി. അപ്പൊ നമ്മൾ 3 ഫ്രണ്ട് നമ്മൾ എത്തി. അപ്പൊ നമുക്ക് നേരെ ഈ പാർട്ടി കാര്യത്തിന് പോവാം. അപ്പൊ നമ്മള് ബൈക്കിലെ വീട്ടിൽ നമുക്ക് ഈ കാറിൽ നമുക്ക് നേരെ പോവാം. ഏകദേശം ജുറാസ് പാർക്ക് ഇങ്ങനെ നൈറ്റിലെ ജുറാസ് പാർക്ക് കയറണം. അപ്പൊ അവിടെ നൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് അപ്പൊ നമുക്ക് നേരെ ഇവിടുത്തെ ബിൽഡിംഗ് അവിടെയൊക്കെ ചുറ്റി കണ്ടിട്ട് നൈറ്റ് നമ്മൾ ജുറാസ് പാർക്ക് പോകണം. അപ്പൊ നൈറ്റ് ജുറാസ് പാർക്കിൽ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നൈറ്റും കാര്യത്തിന് നയിക്കണം. അപ്പൊ ജുറാസ് പാർക്കിന്റെ ഗേറ്റും കാര്യത്തിന് ഓപ്പൺ ചെയ്ത് അപ്പൊ നേരെ ഉള്ളിൽ കയറാം. കുറച്ച് ഉള്ളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടിപൊളി സെറ്റപ്പ് ആണ്. അപ്പൊ നമ്മൾ 4 ആളും കൂടെ അടിച്ചു പൊളിച്ചാൽ മതി. നൈറ്റും കാര്യത്തിന് അടിച്ചു പൊളിച്ചാൽ നിൽക്കല്. അപ്പൊ നമ്മളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് നേരെ 4 ആൾക്കാരുണ്ട്. 3 നമ്മളെ ഫ്രണ്ട് പിന്നെ നമ്മളെ ഫ്രാങ്ക്ലിൻ കാര്യത്തിനുണ്ട്. അപ്പൊ എല്ലാവരും എല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ചൂടും കാര്യത്തിന് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരു മരം കാര്യത്തിന് കത്തിച്ചു കൊടുക്കുക. അവിടെ കുറെ മരം കാര്യത്തിന് അപ്പൊ നമ്മളെ ചൂട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല തണുപ്പും കാര്യത്തിന് കിട്ടാൻ വേണ്ടി കത്തിച്ചു കൊടുക്കണേ. നമ്മൾ ഐഡൻസിങ് ഗെയിമും കളിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മളെ എണ്ണ ബാക്കി 3 ആൾക്കാരെ ഒളിച്ചു നിൽക്കുന്ന പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് എണ്ണ പോലെ 2 മണ്ടി പോലെ ഓടിക്കാച്ച മണ്ടി കിടന്ന് നമ്മൾ എന്തായാലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അപ്പൊ ഓൾക്ക് എത്ര ഈ ലോങ് ഫുള്ളി ജുറാസ് പാർക്ക് എവിടേക്കും പോകാൻ പറ്റുന്നെങ്കിലും അപ്പൊ നമ്മൾ ഇങ്ങനെ ഫ്രാങ്ക്ലിൻ എണ്ണി കൊണ്ടിരിക്കണേ. അപ്പൊ എന്തായാലും നമ്മൾ അവസാന സംഖ്യകാലത്തിന് എണ്ണി കഴിഞ്ഞത്. അപ്പൊ നമ്മൾ എന്തായാലും നോക്കാൻ പോകണേ. അപ്പൊ എന്തായാലും കുറച്ചും കൂടെ നിൽക്കാതെ വിചാരിച്ചും 5 മിനിറ്റ് ഇവിടെ നിന്നിട്ട് പോലെ ഓല് ഒളിച്ച് അവിടെ എത്തിയിട്ടുണ്ടോ. എന്തായാലും ഇവിടെ നല്ല സ്ഥലം ഉണ്ടായിട്ട് ഓൾക്ക് ഓടി ഒളിച്ചിക്കാൻ നമ്മൾ പറഞ്ഞിന്. അപ്പൊ എന്തായാലും ഇവിടെ ഒന്നും കാണില്ല. അപ്പൊ എന്തായാലും നോക്കിയിട്ടൊന്നും കാണില്ല. അപ്പൊ ഇവിടെ എവിടെ ഒളിച്ചിക്കളി യാതൊരു ഐഡിയും കഴിഞ്ഞു. ഇവിടെ ട്രീ ഉണ്ടായോടെ എവിടെ ഒളിച്ചിക്കളി യാതൊരു ഐഡിയും കാര്യം നമുക്ക് കിട്ടൂല. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാ ട്രീന്റെ അടിയിലൊക്കെ നോക്കാം. ട്രീന്റെ അടിയിലൊക്കെ ഒളിച്ചിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ആകെ 3 ഫ്രണ്ട് ഉള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ നമ്മൾ എണ്ണി ഇതാണ്. അപ്പൊ എന്തായാലും നമ്മൾ എണ്ണി കുറച്ച് കുഴപ്പം കാര്യത്തിന് അയക്കുന്നു തോന്നുന്നു. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ട്രീ ഒക്കെ നോക്കുന്നുണ്ട്. മാക്സിമം എല്ലാ ട്രീ ഒക്കെ വന്ന് നോക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് ഒളിച്ച് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ അല്ലാതെ പിന്നെ ഓല് ഇവിടെ ഒളിച്ചു യാതൊരു ഐഡിയും കഴിഞ്ഞു. അപ്പൊ നമുക്ക് മാക്സിമം ഇവിടെ നോക്കുന്നുണ്ട്. എല്ലാ ട്രീന്റെ ബാക്കിലും ഒക്കെ മുന്നേക്ക് നമ്മൾ നോക്കും ഗൈസ്. അപ്പൊ നമ്മൾ ഒരു ഫ്രണ്ടിന്റെ കാര്യത്തിന് കണ്ടുപിടിച്ചത് ഗൈസ്. അപ്പൊ നമ്മൾ ഒരുത്തനെ കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ ഒരുത്തനെ കണ്ടുപിടിച്ചു. ഇനിയിപ്പോ 2 സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ചാൻ പറ്റുന്നെങ്കിലും അപ്പൊ എന്തായാലും ഇനി 2ാമത്തെ ആളെ നോക്കിയൊക്കെ ഗൈസ്. അപ്പൊ 2ാമത്തെ ആൾ ഇവിടെ ഉണ്ടാവും ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ 2ാമത്തെ ആളെ എവിടെയൊന്നും യാതൊരു ഐഡിയും കഴിച്ചില്ല. നമ്മൾ ഇവിടെ ഒക്കെ നോക്കുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും പോയി നോക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ 2ാമത്തെ ആൾ ഇവിടെ എവിടെയും ഗൈസ് ഉണ്ടാകും യാതൊരു ഐഡിയ. ഇവിടെ ട്രീയും കാര്യത്തിന് വലിയ ട്രീന്റെ അടിയിലൊന്നും ഉണ്ടാവില്ല. അതേപോലെ സൈഡിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഗൈസ് ഇപ്പൊ നോക്കണേ. അപ്പൊ ഇവിടെ ഒന്നും കാണില്ല. അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മുടെ മുന്നിൽ എന്താ ചെറുത് ഒരു ചെടിയും കണ്ടിട്ടുണ്ട്. ആ ചെടിന്റെ ഉള്ളിൽ നമ്മൾ 2ാമത്തെ ഫ്രണ്ട് ഗൈസ്. അപ്പൊ 2ാമത്തെ ഫ്രണ്ടിനെ നമ്മൾ കിട്ടിയത്. അപ്പൊ ഇനി 3ാമത്തെ ഒരു ഫ്രണ്ടിനും കൂടെ കാര്യത്തിനുണ്ട്. അപ്പൊ 2 ഫ്രണ്ടിനെ നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ 3ാമത്തെ ഫ്രണ്ടിന് കാര്യത്തിന് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കണേ. അപ്പൊ 3ാമത്തെ ഫ്രണ്ട് കുറച്ച് ഹൈജീനിക്ക് നല്ല ബുദ്ധിയുള്ളതാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യത. അപ്പൊ നമുക്ക് ഇവിടൊക്കെ നോക്കണം. ഇവിടൊക്കെ ഒളിച്ചിക്കാൻ സാധ്യത. ബാക്കിയുള്ളവർക്ക് ഒളിച്ചിരുന്ന കാണും. ചെറിയ ട്രീയും കാര്യത്തിന് ആയിക്കൊണ്ട് അപ്പൊ ഒളിച്ചിക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് നേരെ ഇവിടെ ആയിട്ട് നോക്കാം. പക്ഷെ ഇവിടെ ഒന്നും നമ്മൾ എല്ലായിടത്തും നോക്കി ഇവിടെ ഒന്നും ഓനെ കാണില്ല. അപ്പൊ ഓനെ എവിടെ ഇവിടെ ജുറാസ് പാർക്കിന് ഇറങ്ങി പോയെന്ന് യാതൊരു ഐഡിയും കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇവിടെ ഉണ്ടാവേണ്ടി ഇവിടെ ഇറങ്ങിപ്പോയ ഗെയിമിന് ഔട്ട് ആവുന്ന എനിക്ക് അറിയില്ലെങ്കിൽ പക്ഷെ ഇപ്പൊ ഈ ട്രീന്റെ അപ്പുറത്ത് എന്താ ഉണ്ട് സാധനം തോന്നുന്നു. കേസ് അപ്പൊ ഓന്റെ കൈയും കാര്യത്തിന് തോന്നുന്നു. നമുക്ക് നേരെ പോയി വെക്കാം. കേസ് അപ്പുറത്ത് നോക്കിയപ്പോ നമ്മളെ രാഹുലിനാണ് കാണാത്തത്. അപ്പൊ കേസ് ഇത് രാഹുലും കാര്യത്തിൽ ഇത് സ്ലെൻഡർമാൻ കാര്യത്തിനാണ്. കേസ് അപ്പൊ ഇത് ഇവിടെ സ്ലെൻഡർമാൻ കാര്യത്തിന് വന്നെന്ന് യാതൊരു എനിക്ക് കഴിഞ്ഞാൽ നമുക്ക് നേരെ തിരിച്ച് നമുക്ക് നേരെ പോകാം. കേസ് രാഹുലൊന്നും കാണില്ല. കേസ് അപ്പൊ രാഹുൽ എന്നും കൂടെ ഞാനും കണ്ടില്ല. രാഹുൽ നമ്മൾ കുറെ തപ്പിയല്ല നമ്മൾ കണ്ടില്ല. കേസ് അപ്പോൾ സെൻട്രൽമാൻ കാര്യത്തിന് അവിടെ നിങ്ങൾ കണ്ട ഞാനൊന്നും കണ്ടില്ല. സെൻട്രൽമാൻ രാഹുലിനോട് പോയി. രാഹുലിന് നമ്മളെ കൂടെ ഒളിച്ചെന്നാണ്. പക്ഷെ നമ്മള് രാഹുലിനെ ദൂരത്തേക്ക് പോയി നമ്മളോട് പറഞ്ഞു. പക്ഷെ രാഹുലും കാര്യത്തിന് എപ്പോഴും തിരിച്ചെന്ന് എടാ ഫ്രാങ്ക്ലി രാഹുലിന് എവിടെ നിന്ന് അറിയാം. രാഹുൽ കൊടുക്ക പോലെ രാഹുൽ രാഹുൽ ഇതാ വന്നത്. രാഹുൽ ഇജ്ജ് കൊടുക്കാൻ പോലും അവിടെ സെൻട്രൽമാനും കാര്യത്തിന് ഇവിടെ നിൽക്കുന്ന സേഫും കാര്യത്തിലും ഇവിടെ പെട്ടെന്ന് പോവാൻ. ഇനി നൈറ്റ് നമുക്ക് ഒന്ന് ആസ്വദിക്കാൻ പറ്റും. നമുക്ക് എന്തായാലും പിന്നെ വരുന്ന ആസ്വദിക്കാം. ഇവിടെ സെൻട്രൽമാനും കാര്യത്തിലുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ പറ്റുള്ളൂ. യാതൊരു ഐഡിയും കാര്യം ഇവിടെ നിന്നാൽ സേഫും കാര്യമില്ല. അവിടെ നമുക്ക് തിരിച്ചു പോകാൻ നല്ലത്. ഇവിടെ നിൽക്കുന്ന സേഫല്ല. ഇവിടെ ഇപ്പൊ തന്നെ എന്തൊക്കെയോ ഒരു മണം കാര്യത്തിൽ നമുക്ക് തിരിച്ചു പോവാം. പക്ഷെ തിരിച്ചും കാര്യത്തിന് പോവാണ്. ഇപ്പൊ നിൽക്കുന്ന കാര്യം സേഫും കാര്യമില്ല. എന്നാൽ സെൻട്രൽമാനും കാര്യത്തിന് കണ്ടപ്പോൾ സെൻട്രൽമാൻ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യത കാര്യത്തിലുണ്ട്. ബലായിട്ട് നമുക്ക് സേഫ് ആയിട്ട് കൊണ്ടുപോയാൽ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ വിളിച്ചു വരുത്തിയാണ് ബലക്ക് അറ്റാക്കും കാര്യത്തിന് ഉണ്ടാകുന്നില്ല. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല. ഓൽക്കൊന്നും സംഭവിച്ചാൽ പാടില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോകാം. വണ്ടിക്ക് എന്താ കുഴപ്പം കാര്യത്തിനുണ്ട്. വണ്ടി എന്താ നിന്നുകളെ. അപ്പൊ കഴിച്ച് നമ്മൾ വണ്ടി നിന്നപ്പോ ഓല ആക്കി കൊടുത്തു. ഓലക്ക് നടന്നു പോയിക്കോളെന്ന് പറഞ്ഞേ. അപ്പൊ വണ്ടിക്ക് എന്താ കേടുന്ന കുറച്ച് കഴിഞ്ഞപ്പോ വണ്ടി കാര്യത്തിന് ചാട്ടിന്. അപ്പൊ ഇതിന്റെ കാര്യത്തിന് പെട്രോൾ കാര്യത്തിന് കുറവ് പെട്രോൾ പമ്പ് കാര്യത്തിന് എത്തി. അപ്പൊ നമുക്ക് നേരെ പെട്രോൾ അടിച്ചിട്ട് പോവാം. പക്ഷെ ഓല് നടന്നു പോകാന്നാണ് ഓലാണ് പോയിക്കുക. അപ്പൊ ഓൽക്ക് എന്താ സംഭവിച്ചത് യാതൊരു കാര്യം കഴിയില്ല. ഓല ബേജാറായാണ് പോയത്. ഓല തന്നെ ബേജാറായി നമ്മളും ബേജാറിക്കണേ. പെട്രോൾ കാര്യത്തിന് നമ്മൾ അടിച്ചാൽ വെയിറ്റ് ചെയ്തിരിക്കണേ. പെട്രോൾ കാര്യത്തിന് അവിടെ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചു വെയിറ്റ് കഴിച്ചപ്പോൾ ദൂരെ സെൻട്രൽമാൻ കാര്യത്തിന് കഴിച്ച് നമ്മൾ എന്താ സംഭവം ജുറാസ് പാർക്കിലെ തോന്നുന്നുണ്ട്. ജുറാസ് പാർക്കിൽ നിന്ന് ഇങ്ങനെ വരാൻ തോന്നുന്നു. സെൻട്രൽമാൻ കാര്യത്തിന് നമുക്ക് നേരെ അവിടെ വരെ
പോയി നോക്കാം. പക്ഷേ പെട്രോൾ കാര്യത്തിന് അടിച്ചു കഴിഞ്ഞപ്പോൾ സ്ലെൻഡർമാന്റെ അടുത്ത് ജുറാസിക് പാർക്കിൽ ഒന്നുകൂടെ പോയി നോക്കണം. അപ്പൊ എന്തായാലും നമുക്ക് സാധനം കാര്യം അറിയാം ജുറാസിക് പാർക്കിൽ എന്തെങ്കിലും പോയി നോക്കിയേ പറ്റുള്ളൂ. ജുറാസിക് പാർക്കിന്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറാൻ പറ്റുന്നേക്കാരം. അപ്പൊ എന്തായാലും നമ്മളെ ഫ്രണ്ടിനൊക്കെ അവിടെ ഇറക്കി കൊടുത്ത് വാറന്തി അതിനായിരിക്കും കഴിഞ്ഞപ്പോ നമ്മളെ സ്ലെൻഡർമാൻ നമുക്ക് നേരെ നമ്മളെ നിന്ന സ്പോട്ട് കാര്യത്തിന് എത്തിയത്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ നിന്ന് അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ആ സാധനം ഒഴിവാക്കി നമ്മൾ റിട്ടേൺ പോയത്. അപ്പൊ സ്ലെൻഡർമാൻ ഇവിടെ ഒന്നും കാണില്ല. സ്ലെൻഡർമാന്റെ കൂടും കാര്യത്തിന് സ്ലെൻഡർമാന്റെ ഒരു എന്താ രീതി ഒന്നും കാണില്ല. സ്ലെൻഡർമാന്റെ മേത്തൊക്കെ എന്താ സാധനം സ്ലെൻഡർമാന്റെ വാലും കാര്യത്തിന് ഊരിട്ടാ ഡ്രസ് ഊരിട്ടാ തോന്നുന്നത്. യാതൊരു കാര്യം സ്ലെൻഡർമാന്റെ വാലും കാര്യത്തിന് സ്ലെൻഡർമാൻ ഇവിടെ ഒന്നും ഇല്ലാത്ത തോന്നുന്നത്. അപ്പൊ തിരിച്ചു പോയാൽ പറ്റുക. സ്ലെൻഡർമാൻ ജീവൊന്നും ഇല്ലാത്ത തോന്നുന്നത്. അപ്പൊ സ്ലെൻഡർമാൻ ചില സ്ലെൻഡർമാൻ കാര്യത്തിന് അപ്പൊ അൻകാതെ നിൽക്കാൻ റിട്ടേൺ പോകാന്. അപ്പൊ ഇവിടെ നിൽക്കാൻ അത്ര സേഫും കാര്യം നമ്മൾ റിട്ടേൺ എന്തായാലും പോയാൽ പറ്റും. നമ്മളെ ഫ്രണ്ടിനൊക്കെ നമ്മൾ എന്തെങ്കിലും സംഭവിച്ച് യാതൊരു എന്തെങ്കിലും നമുക്ക് സംഭവിക്കണമെങ്കിൽ നമുക്ക് നേരെ റിട്ടേൺ പോയാൽ പറ്റുള്ളൂ. യാതൊരു സ്ലെൻഡർമാനിനോട് കണ്ടുകിട്ടോ യാതൊരു നമുക്ക് നേരെ റിട്ടേൺ പോയാൽ പറ്റുള്ളൂ.